നിനക്കും നീ ഓർത്ത് വെച്ചോണ്ട് അന്നിന്നത്തെ പോലെ നിന്നെ രക്ഷിക്കാൻ ഇവൻ കൂടെ അന്നിന്നത്തെ പോലെ നിന്നെ രക്ഷിക്കാൻ ഇവൻ കൂടെ ഉണ്ടായിരുന്നില്ല. അന്നിന്നത്തെ പോലെ നിന്നെ രക്ഷിക്കാൻ ഇവൻ കൂടെ ഉണ്ടായിരുന്നു വരില്ല. ഓ മൈ ഗോഡ്, ഇത്ര പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. അതങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ. അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെ. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ചാൻസ് ഞാൻ മിസ് ചെയ്യില്ല. അപ്പൊ എങ്ങനാ പോകുമല്ലേ? എന്താടി ചുറ്റും നോക്കുന്നേ? നിന്നെ രക്ഷിക്കാൻ നിന്റെ മറ്റവൻ വരുമെന്നാണോ? അവനെന്നല്ല, ആരും വരില്ല. വാടി ഇങ്ങോട്ട്. വിട്, എന്റെ കയ്യിന്ന് വിട് പ്ലീസ്. നോ വേ, നടക്കടി ഇങ്ങോട്ട്. ഓ ഡാമിറ്റ്. സ്വപ്നമായിരുന്നു. എനിക്കിപ്പോ തന്നെ ജനിയെ കാണണം. പക്ഷേ ഇവിടൊന്നും കാണുന്നില്ലല്ലോ. ഐ നോ, അതൊരു ഡ്രീം മാത്രമാണ്. പക്ഷേ അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓ ഗോഡ് പ്ലീസ്, ഒരു സെക്കൻഡെങ്കിലും എനിക്ക് അവിടെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. മോളെ ദാ വരുന്നു മാമ. രാവിലെ തന്നെ തുടങ്ങിയോ വായ്നോട്ടം? അതെ, എന്താ കൂടുന്നു? എന്തിന്?
അപ്പൊ ഇവിടെ നിന്ന് സമയം കളയാതെ കോളേജിൽ പോകാൻ റെഡിയാകാൻ നോക്കണി. ഇതന്നെ എനിക്കും പറയാനുള്ള. നിന്ന് വെള്ളം ഇറക്കാതെ പോയി റെഡിയാകാൻ നോക്കണം കാട്ടുപോയി. ഡീ ഞാൻ പോയി. ഡാ, ആ എന്താടി? എന്തോന്നാടാ ഇത്? എന്റെ ചിത്തു, അറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കുക, നിനക്ക് എന്താടാ ഇത്ര ആലോചിക്കാനുള്ളേ? ക്ലാസ് ടൈമിൽ ഞാൻ കണ്ടു എന്തോ ആലോചിച്ച് കുത്തിയിരിക്കുന്നേ. എന്താടാ നിനക്ക്? അതൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴാ ഓർത്തെ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. നീ അതുകൊണ്ട് ബസ്സിൽ പൊക്കോ. അതേതാടാ? ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്കറിയോ? ആ അറിയാം, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചേ. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ ആക്കും. അപ്പൊ ബൈ. പോയാ പട്ടി? എന്നാലും അതേതാ ആ ഫ്രണ്ട്? എടി, ഇന്നും എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പൊ ബൈ. ബൈ ഡി, നാളെ കാണാം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? സംതിങ് ഫിഷി. എന്നാലും ആ തെണ്ടി ഇത് ഏത് ഫ്രണ്ടിനെയാ കാണാൻ പോകുന്നേ? അതും ഇത്രയും നാളില്ലാതൊന്നും. എന്റെ കർത്താവേ, ഇനി എന്നും ഈ പാട്ട് ബസ്സിൽ പോകാനാണോ എന്റെ വിധി? ഇടി കൊണ്ട് ഞാനൊരു വഴിയാകും. ഒരു കാര്യം ചെയ്യാം, തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പിൽ പോയി നിൽക്കാം. അവിടെ കേറാൻ ആളധികം ഇല്ലാത്തോണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടും. കുറച്ച് നടന്നാലും സാരമില്ല, ഇരുന്ന് പോകാലോ. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇവിടെയാണ് ഒരു ബസ് നിർത്തുന്നില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്റെ കർത്താവേ. പുല്ല് 4:45 കഴിഞ്ഞല്ലോ. ഞാൻ ഈ കാർ എവിടെയോ അല്ല, നയൻതാര എന്താ ഇവിടെ നിൽക്കുന്നേ? ക്യാരവാൻ പണി മുടക്കിയ? അറിഞ്ഞിട്ടിപ്പം തനിക്ക് എന്താ വേണം? ഏയ്, ചുമ്മാ ഒരു രസം. എന്തേ? ആണോ? എങ്കിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ ആയിക്കോട്ടെ. അല്ല, ജിത്തു എന്തേ? എനിക്കറിയില്ല. അതെന്താ, വാലിനറിയില്ലേ തല എവിടെയാണെന്ന്? ആരാടോ വാലി? യു, അത് തന്റെ മാമൻ. ബി കൂൾ യാർ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ആകപ്പാടെ പൊളിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട്. തനിക്കിപ്പോ എന്താണോ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഞാൻ നോക്കിയപ്പോ റോഡിൽ
എന്തോ പോയ ആരെയോ പോലെ നിൽക്കണ കണ്ടു. നമുക്കറിയാവുന്ന കൊച്ചല്ലേ, ഒന്ന് പരിഗണിക്കാന്ന് കരുതി വണ്ടി നിർത്തിയതാ. എന്നാ പിന്നെ ഞാൻ പോയിക്കോ. ശരി. വണ്ടിക്കൂലി ലാഭമായേനെ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അതെ, എന്താ? പരിഗണിക്കോ? എന്തോന്ന്? അല്ല, താനല്ലേ പറഞ്ഞേ അറിയാവുന്ന ആളായതുകൊണ്ട് പരിഗണിക്കുമെന്ന്. അതെ, പക്ഷേ തനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്ക് സീരിയസ് ആയോ? പോകുന്നു. എങ്കിൽ നമുക്ക് പോയാലോ? അതേ, താനിങ്ങനെ ഏറി പിടിച്ചിരിക്കാതെ എന്തേലൊക്കെ മിണ്ടടൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെന്താ ഒന്നുമില്ലാത്ത? താനാണെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ. അങ്ങനെയുള്ള തനിക്കാണോ സംസാരിക്കാൻ ഒന്നുമില്ലാത്ത? പുല്ല്, ഇതിലും ഭേദം ബസ്സിൽ ഇടി കൊള്ളുന്നതായിരുന്നു. എന്താ? എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. തനിക്കൊന്നും മിണ്ടാണ്ടിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമോ? മേഡം നല്ല ചൂടിലാണല്ലോ. എന്താ? അല്ല, പുറത്ത് നല്ല ചൂടാണെന്ന് പറഞ്ഞ. അതിനിങ്ങേര് പുറത്തിരുന്നാണോ വണ്ടി ഓടിക്കുന്നത്? എന്താ? ഒന്നുമില്ല, എനിക്ക് സംസാരിക്കാൻ വയ്യ, അത്ര തന്നെ. വിളിച്ചാലോ? വിളിക്കാതെ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ 5:30 കഴിഞ്ഞു. എന്തായാലും വിളിക്കാം. സേര, ഇടൂ, എണീക്കടൂ. സേര, ഇടൂ, എണീക്കടൂ. കർത്താവേ, ഇങ്ങർക്ക് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു. ചേച്ചി, എന്റെ കൊറിയനപ്പന്മാർ എത്രയൊന്നുമില്ല. സെറ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഹലോ, നീ എന്താ കണ്ണു തുറന്നിരുന്ന് വീണ്ടും ഉറങ്ങണോ? ഇങ്ങനെ നോക്കി പീഡിപ്പിക്കല്ലേ മേഡം. നിന്റെ ഹോസ്റ്റലെത്തി ഒന്ന് ഇറങ്ങി തന്നായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. തന്നോട് ഞാൻ ഇറങ്ങി തരില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഏത് നേരത്താണോ ഇതിൽ കേറാൻ തോന്നി? ഏത് നേരത്താണോ ഇതിൽ വിളിച്ച് കേറ്റാൻ തോന്നി? താൻ പോടും കാല. അങ്ങാരുടെ ഒരു ഉണക്കക്കാർ കുറച്ചു നേരം അതിലിരുന്ന് ഉറങ്ങിയതാണ് പ്രശ്നം. എല്ലാം എന്നെ പറഞ്ഞാൽ മതി. ബസ്സിൽ ഇടികൊള്ളണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞ് കയറി എന്നെ പറഞ്ഞാൽ മതി. മനുഷ്യന്മാരായ ഇത്ര അഹങ്കാരം പാടില്ല. പറഞ്ഞാൽ ഇത് മനുഷ്യനല്ലല്ലോ, കാണുന്നുണ്ട് കാണാൻ. അല്ല, എന്റെ ഹോസ്റ്റല് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജെനി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താടി? അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരുത്തൻ
ഇവിടേക്ക് തന്നെ നോക്കി നിൽക്കാം. ആരെയും നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എവിടെ? നീ പെട്ടെന്ന് നോക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റ് ആ കടയുടെ ഫ്രണ്ടിൽ ആ ബൈക്കിൽ ഒരാള് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നില്ലേ, ആള്. ഏ ജിനി, ഹാ, ദേ നിന്റെ ബസ് വരുന്നു. ആ, അപ്പൊ ശരിയടി, നാളെ കാണാം. ഓക്കെ, ബൈ. ദാ, നിന്റെ ഫ്രണ്ടിന് സുഖമല്ലേ? ഏത് ഫ്രണ്ട്? ഏ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. നീ കോളേജ് വിട്ടിട്ട് ഡെയിലി കാണാൻ പോകുന്ന സെന്റ് ജോൺസ് കോളേജിലെ ഫ്രണ്ടേ. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഡാനിയില്ലേ, സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ, അവന്റെ അനിയത്തി അവിടെയാ പഠിക്കുന്നത്. അവൻ അവിടെ പിക്ക് ചെയ്യാൻ പോയപ്പോ നിന്നെ അവിടെ വെച്ച് കണ്ടതായിട്ട് പറഞ്ഞ. മോനെ ജിത്തു, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? നീ എന്ന് മുതൽ കട ജെനിയുടെ ബോഡി ഗാർഡായിട്ട് ജോയിൻ ചെയ്തേ? എന്തോന്ന്? നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയല്ലേ. ഓ, ഇപ്പോ അങ്ങനെ ആയ? നീ ജെനിയെ കാണാൻ വേണ്ടിട്ടല്ലടാ ഡെയിലി പോകുന്നേ? എടി, അതങ്ങനല്ല. പിന്നെ? അത് പിന്നെ അന്ന് തിയേറ്ററിലുണ്ടായ പ്രശ്നം നിനക്കും അറിയാമല്ലോ. എനിക്കെന്തോ ഒരു പേടി പോലെ. അവന്മാർ ഇനിയും വന്നാലോ? അങ്ങനെ ഉണ്ടായാൽ ജെനി അവൾ ഒറ്റയ്ക്കായി പോവില്ല. ഞാനുള്ളപ്പോൾ അവൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാനുണ്ടാവും ഒരു നിഴൽ പോലെ ആൾക്കൊപ്പം. ഞാനുള്ളപ്പോൾ ആർക്കും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പൊട്ട, നീ പേടിക്കണ പോലെ ഒന്നും ഉണ്ടായില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എടി, അങ്ങനെയല്ല. എനിക്കിതങ്ങനെ വിടാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു മനസമാധാനത്തിനെങ്കിലും എനിക്കിത് ചെയ്തേ പറ്റൂ. നീ എന്തേലും കാണിക്കും. അല്ല, ഇങ്ങനെ ഒരു നിഴൽ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയോ? ഓ, അവിടെ വരൊക്കെ ആയി. അയ്യ, ഇളി കണ്ടേച്ചാലും മതി. ഓ, അപ്പോ ഇനി മുതലെന്നും ഞാൻ ബസ്സിൽ തന്നെ പോകണമെന്ന് അർത്ഥം? അതെ. അസ്ഥിക്ക് പിടിച്ചേക്കുവാണല്ലേ? ആയിക്കോട്ടെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എല്ലാം നല്ലപടി നടക്കട്ടെ. താങ്ക് യു. ജെനി, ദേ എൻ്റെ ബസ് വരുന്നു. എന്നാ ഞാൻ പോവുക. നാളെ കാണാം. ബൈ. ആടി, നാളെ കാണാം. ബൈ.
ഇതിപ്പോ കുറച്ച് ദിവസമായല്ലോ ഇങ്ങനെ. ശിവ എന്തിനാ ഇവിടെ വരുന്നത്? ഇതുവരെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇവളെന്താ ബിസി കയറുന്നത്? ഇവളിത് എന്താലോചിച്ചിരിക്കുക? ഇനി അങ്ങോട്ട് വേറെ ബസ്സൊന്നും ഇല്ലല്ലോ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ബസ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇതെന്താ കാണാത്തെ? നീ ഇനി എന്ത് തേങ്ങയ്ക്ക് അടി ഇവിടെ ഇരിക്കുന്നേ? ബസ് പോയത് കണ്ടില്ലേ? അതിൽ കയറാതെ നീ ആരെ കിട്ടിക്കാനാ ഇവിടെ ഇരിക്കുന്നേ? ബസ് പോയോ? ഞാൻ കണ്ടില്ല. കാണില്ല? സ്വപ്നലോകത്തായിരുന്നല്ലോ, പിന്നെങ്ങനെ കാണാനാ? വാ, വന്ന് കേറു, ഒരുമിച്ച് പോവാം. അത് വേറെ ബസ് കാണും, ഞാൻ അതിൽ വന്നോളാം. നമ്മുടെ അങ്ങോട്ട് ഇനി വേറെ ബസ്സില്ല, നീ വന്ന് കേറാൻ നോക്കൂ. അത് പിന്നെ മര്യാദയ്ക്ക് വന്ന് കേറിക്കോ. ആകെ ഉണ്ടായിരുന്ന ബസ് മിസ് ചെയ്തിട്ട് നീ ഇനി എങ്ങനെ വരാനാ? നടന്നു വരാനോ? സ്പീഡ് കുറയ്ക്ക് പ്ലീസ്. എനിക്ക് പേടിയാവുന്നു, പ്ലീസ്. ശിവ പ്ലീസ്. Are you okay? Jenny. Sorry. Sorry, D. എന്നാ പിന്നെ വണ്ടി എടുക്കട്ടെ?